സുഹൃത്തുക്കളെ, പശ്ചിമ ബംഗാളിലെ ഉത്തർ ദിനാജ്പൂർ ജില്ലയിലെ ഒരു ഗ്രാമത്തിലെ ഒരു സ്കൂളാണ്, സർക്കാർ പ്രൈമറി സ്കൂളാണ് ഞാനുള്ളത്. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. കേരളത്തിലെ സർക്കാർ സ്കൂളുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, ബംഗാളിലെയും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെയും വിദ്യാലയങ്ങൾ, പ്രത്യേകിച്ച് സർക്കാർ കലാലയങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളുടെ മേന്മയും മഹത്വവും സവിശേഷതകളും തിരിച്ചറിയണമെങ്കിൽ ഇതുപോലുള്ള ഇതര സംസ്ഥാനങ്ങളിലെ വിദ്യാലയങ്ങൾ കാണുമ്പോഴേ നമുക്കത് ബോധ്യമാകും. ജീർണിച്ച കെട്ടിടങ്ങളും പശുത്തൊഴുത്തിന് സമാനമായ ഇടങ്ങളുമൊക്കെ നമ്മളിവിടെ കാണുകയാണ്. ക്ലാസ് മുറികളുടെയൊക്കെ ഒരു സൗന്ദര്യവും സൗകര്യവും നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഇതാണ് ക്ലാസ് മുറികൾ. ഒക്കെ ദ്രവിച്ച് പെയിൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് വർഷങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഇത് കിച്ചണാണ്. മിഡ് ഡേ മീൽ കിച്ചൺ ഷെയ്ഡ് ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ സ്കൂളുകളിൽ ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന അധ്യാപക രക്ഷാകർതൃ സമിതികൾ, SMC, PTA പോലുള്ള സംവിധാനങ്ങളുടെ അഭാവം ഇത്തരം സ്ഥാപനങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. എത്ര അലക്ഷ്യമായിട്ടാണ് മറ്റ് വാഹനങ്ങളൊക്കെ തന്നെ സ്കൂൾ കോമ്പൗണ്ടിൽ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഏത് മാർക്കറ്റുകളിലേക്ക് ചെന്നാലും കൊച്ചുകുട്ടികൾ 10-12 വയസ്സായ ബാല്യങ്ങൾ തൊഴിൽ ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. ഇവിടെയും ഈ നാൽക്കാലികളെ വിൽപ്പന നടത്തുന്ന കാലിച്ചന്തയിലും സഹായിയായിട്ട് ഒരു കൊച്ചു കുഞ്ഞിനെ നമുക്ക് കാണാം. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ ബാല്യം ഹോമിക്കപ്പെടുന്ന കാഴ്ചയാണ് ഇവിടെയും. ജാർഖണ്ഡിലെ പാക്കൂരിൽ ഫോക്കസ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന ജിത്പൂർ പബ്ലിക് സ്കൂളിലെ PTA മീറ്റിംഗാണിത്. നേരത്തെ ഒക്കെ ആളുകൾ വരാൻ വലിയ പ്രയാസമായിരുന്നു. വരുന്ന ആളുകൾ തന്നെ കാര്യമായി ഒരു തുണിക്ക് മുകളിൽ മറ്റ് ഷർട്ടും ധരിക്കാറില്ല. അവിടെ നിന്നൊക്കെ മാറി അധ്യാപക രക്ഷാകർതൃ മീറ്റിങ്ങുകളിലേക്കൊക്കെ കുറേ ആളുകളൊക്കെ എത്തിച്ചേരുന്നുണ്ട്. ഈ ഒരു സമൂഹം, പ്രത്യേകിച്ച് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇനിയും വലിയ മാറ്റങ്ങൾ ആവശ്യമുണ്ടെന്ന് जानते हैं, आप मजबूर है कि अपना बच्चा के यहाँ से TC लेके हेड बंदा भर देखिए किताब का नहीं रहने के कारण। तो क्या वहाँ से यहाँ से ज्यादा बेहतर हो गया क्या? बेहतर नहीं हुआ, लेकिन फिर वहाँ से सुविधा मिला ना भाई। किताब का जो है ना, किताब अभी भी है बच्चों के पास, लेकिन देखिए अभी 1 क्लास का बच्चा 2 क्लास में गया ना, तो 2 क्लास के पास बच्चे के पास किताब था ना, हम लोग का जो किताब था ना यहाँ पे, हम लोग अभी उसी में चला रहे थे अभी, क्योंकि हम लोग नया सेशन का वेट कर रहे थे। वो आधा सेशन में बुक नहीं मिल रहा था, अभी आधा सेशन में बुक दे देंगे, फिर नया सेशन आ जाएगा ना, तब फिर आप बोलेंगे कि बुक नहीं दिए। बच्चों नीचे बैठे, बेंच नहीं है, बिल्डिंग नहीं है, वो टीन का ये बना के, खाली जमीन है, टीन का वो ये बना के रखा है, उसमें चलते हैं। मगर वो सिस्टम पे पढ़ाते हैं बच्चों को। बच्चों डेली आते हैं, कोई उधर ये नहीं है, एब्सेंट नहीं है, सब आते हैं। तो ये कैसे हुआ? खाली बच्चों का इंटरेस्ट नहीं है, वहाँ का पेरेंट्स गार्जियन सब मिलकर उसमें कोशिश करते हैं, इसलिए वो लोग आगे बढ़ते। हम लोग यहाँ पे ऐसे हालत है, हमको अभी अच्छा अलहमदुलिल्लाह एक बिल्डिंग है, जमीन है, बेंच है, बैठने का जगह है, बुक है, सब हम प्रोवाइड करते हैं ना यहाँ। तो आप लोगों का कोशिश ऐसा होना चाहिए बच्चों को डेली यहाँ पहुँचाने के लिए, और उसको पूछताछ करना पड़ता है, वो पढ़ा होते क्या, मालूम होते हैं क्या। ഇതുപോലുള്ള കുഞ്ഞുങ്ങൾക്ക് നിറമുള്ള ബാല്യം സമ്മാനിക്കാൻ നമുക്ക് കൈകോർത്തു പ്രവർത്തിക്കാം. താങ്ക് യു.